ഒരു പെൺകുട്ടിയുടെ അനുഭവം ഞാൻ പറയാം. ഉപ്പ ഇല്ലാത്തൊരു പെൺകുട്ടി, പാവം. ഈ ലഹരി ഈ പെൺകുട്ടി ഉപയോഗിക്കും. ഒരു മുസ്ലിം പെൺകുട്ടി, നല്ല ഇസ്ലാമിക തറവാടുള്ള ഇവിടൊക്കെ മഫ്തയൊക്കെ ഇട്ട് നാട്ടിൽ വരുമ്പോൾ നടക്കുന്ന പെൺകുട്ടിയാണ്. ലഹരിക്ക് അഡിക്റ്റായെന്ന് മാത്രമല്ല, അവൻ്റെ കാമുകിയായിട്ട് വെപ്പാട്ടിയെ പോലെ നടക്കണം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ലഹരിക്ക് അടിമപ്പെട്ടൊരു മകൻ സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് കൊന്നിട്ട് അവൻ പോലീസിനോട് പറഞ്ഞൊരു കാര്യമാണ്, എന്നെ ഉപദേശിക്കാൻ വീട്ടുകാരായിട്ടില്ല, അച്ഛനും കൂടി കൊല്ലാൻ ഞാൻ തീരുമാനിച്ചാണ്, രണ്ടിനെയും കൂടി തീർക്കാനായിരുന്നു എൻ്റെ തീരുമാനം. ഉപദേശം കേട്ട് മടുത്തു എന്നുള്ളത്. പടച്ചറബേ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മക്കളെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളെ കൊല്ലുന്നിടത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റീസൺ നമ്മൾ അറിയണ്ടേ? ഇതിൻ്റെ റീസൺ നമ്മൾ അറിയണം. നമ്മുടെ മക്കൾ ബാംഗ്ലൂരും മംഗലാപുരത്തും മറ്റെവിടെയെങ്കിലും പോയി പഠിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ഈ ഒരു മകൻ ക്രിസ്റ്റീന് പേരുള്ള 25-കാരനെ ഇങ്ങനെ ക്രൂരനാക്കാൻ കാരണം എന്താണെന്നറിയോ? 2-3 കാരണങ്ങളുണ്ട്. ഇത് നമ്മുടെ മക്കളിൽ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. വളരെ ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ നടന്നത്. ഗീത എന്ന് പേരുള്ള 55 വയസ്സുണ്ട് അവർക്ക്. ആ പാവം അമ്മക്ക് അവരാകുരി ചെയ്ത് തെറ്റി മകനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു എന്നുള്ളതാ. പിന്നെ കുറേ ഉപദേശങ്ങൾ. ആർക്കും വേണ്ടാത്തൊരു ദേശമാണ് ഉപദേശം. ഈ മകൻ പറഞ്ഞ സഹിച്ച് മടുത്ത് ഞാൻ ആ ബഹളം വെച്ച് അവനെ അടുക്കളയിൽ നിന്ന് എടുത്തോണ്ടിട്ട് അങ്ങോട്ട് തീർത്ത് കളഞ്ഞു. അച്ഛനില്ലാത്തത് കൊണ്ട് മാത്രം മൂപ്പ് രക്ഷപ്പെട്ടു. ഒരൊറ്റ കാരണമുള്ളൂ, ഇവനെ ബാംഗ്ലൂർ പഠിക്കാൻ കൊണ്ടാക്കി. ഇവനെ നന്നായി ലാളിച്ച് പൊന്നാരിച്ച്, ഒരു ആൺകുട്ടിയല്ലേ ഉള്ളൂ, ലാളിച്ച് വളർത്തി. ആദ്യ തെറ്റ് അവിടെയാണ്. മക്കളെ അമിതമായി ലാളിക്കുന്നുണ്ടോ, കയ്യിൽ നിന്ന് പോകും കേസ്. നാടിനടുത്ത് തൃശ്ശൂർ ജില്ലയിൽ വടക്കേക്കാട് ഭാഗത്ത് മംഗലാപുരത്ത് പഠിക്കാൻ കൊണ്ടാക്കിയൊരു മകൻ, ഒരു മുസ്ലിം ചെറുക്കൻ, അവനെ കൊണ്ടാക്കുമ്പോൾ എൻ്റെ വാപ്പി ഉമ്മയൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് മാറി. ഈ ചെക്കനെ വളർത്തിയത് വല്യമ്മയാണ്. നല്ല സ്നേഹം കൊടുത്തു, ഭയങ്കര ലാളനയോടെ വളർത്തി മംഗലാപുരത്ത് കൊണ്ടാക്കി. അവൻ ലഹരിക്ക് അഡിക്റ്റായി. ലഹരിക്ക് പണം വേണം, ഓരോന്നിനും ഈ വല്യമ്മയും പാവം പേരക്കുട്ടിയല്ലേ നല്ലപോലെ കൊടുത്ത് വലുതാക്കി. പിന്നെ വലിയ തുക അവർക്ക് കൊടുക്കാൻ പറ്റാതായി. ആ വല്യപ്പാനും വല്യമ്മാനും കഴുത്തറുത്തങ്ങോട്ട് കൊന്നിട്ടാണ് ഓനതിന് പ്രതികാരം തീർത്തത്. ഇത് ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഓർമ്മ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ നമ്മൾ ആരും ലഹരി കൊടുക്കണില്ല. ഇതെവിടെ നിന്നാണ് കിട്ടുന്നത്? മംഗലാപുരത്തോ ബാംഗ്ലൂരോ പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ ഇതെങ്ങനെ വരുന്നത്? ഇവനും സംഭവിച്ചത് അത് തന്നെയാണ്. ഇവന് ബാംഗ്ലൂർ പഠിക്കാൻ പോയി, നന്നായിട്ട് അവൈലബിലിറ്റി ഉള്ളൊരു സ്ഥലം, ഇവനെ നന്നായിട്ട് ലാളിച്ച് വളർത്തി. പിന്നെ ഇവൻ കയ്യിൽ നിന്ന് പോയപ്പോൾ ഭയങ്കര ഉപദേശം. ഈ ഉപദേശം കേട്ട് മടുത്തിട്ട് ഇവൻ ഭ്രാന്തായി. ഇവൻ പറഞ്ഞ അച്ഛനും ഞാൻ തീർക്കാൻ വിചാരിച്ചതാണ്. നിങ്ങൾ പല ഉമ്മമാരെ വിളിച്ച് പറയണം, മക്കൾ ഉപദേശിച്ചാൽ ഓരിങ്ങോട്ട് കുരച്ച് ചാടുക. ഒരു പെൺകുട്ടിയുടെ അനുഭവം ഞാൻ പറയാം. ഉപ്പ ഇല്ലാത്തൊരു പെൺകുട്ടി, പാവം. ആ ഉമ്മ നല്ലപോലെ മക്കളെ വളർത്തി വലുതാക്കി നല്ലൊരു ജോലിയൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചൊരുമ്മ. അവരാ +2 കഴിഞ്ഞപ്പോൾ, +2 നല്ല മാർക്കുള്ള പെൺകുട്ടിയാണ്. അവൾക്ക് എന്ത് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓള് പറഞ്ഞു, എനിക്ക് കേരളത്തിൽ പഠിക്കണ്ട, ബാംഗ്ലൂരോ ഹൈദരാബാദോ മംഗലാപുരത്തോ ഇവിടെ. അങ്ങനെ മംഗലാപുരം ഒരു കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. അവളൊരു PGയിലാക്കി. ആ PG ഒരു ഇസ്ലാമിക സംഘടന നടത്തുന്ന ഒരു പെയിൻ ഗസ്റ്റാണ്. അങ്ങനെ ആ PGയിൽ നിന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ ചാടി. ഓള് പറഞ്ഞ് അവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്, എന്തിനേലും പുറത്തേക്ക് പോയാൽ പിന്നെ നേരത്തെ വരണം, അങ്ങനെ പ്രശ്നങ്ങളാണ്. അവളുടെ കൂട്ടുകാരികളും കൂടിയിട്ട് വേറൊരു ഹോസ്റ്റൽ കണ്ടെത്തിയിട്ട് അങ്ങോട്ട് മാറിയത് അവളെ ലൈഫ് അങ്ങോട്ട് മാറ്റി. ഇവൾ 2-ാം വർഷം ആകുമ്പോഴേക്ക് ഇവൾ അവിടെ കുറേ ഗേങ്ങുമായിട്ടൊക്കെ കാരണം അവിടെയൊക്കെ ചെന്നാൽ അവിടെ ചുറ്റിക്കളിച്ച് നടക്കണ്ടേ. അത് പിന്നീട് ലഹരിയിലേക്കായി. ഈ ലഹരി ഈ പെൺകുട്ടി ഉപയോഗിക്കും. ഒരു മുസ്ലിം പെൺകുട്ടി, നല്ല ഇസ്ലാമിക തറവാടുള്ള ഇവിടൊക്കെ മഫ്തയൊക്കെ ഇട്ട് നാട്ടിൽ വരുമ്പോൾ നടക്കുന്ന പെൺകുട്ടിയാണ്. ഇവിടെയുള്ള കൂട്ടുകാരികൾ പറഞ്ഞു, മോളെ സെമസ്റ്റർ എക്സാം തോറ്റു കഴിഞ്ഞ സംഗതി പാളും, ഇത് ഞങ്ങൾ വീട്ടിൽ അറിയിക്കും. അപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇവൾക്ക് തിരികെ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലഹരിയുടെ അഡിക്റ്റായിട്ട് ഇവളതിൽ കുടുങ്ങി. ഇവൾ 2 വർഷം, അതായത് സെക്കൻഡ് ഇയർ കഴിയുമ്പോഴേക്കും ഇവളുടെ മനോനില തകരാൻ തുടങ്ങി. കാരണം കുറ്റബോധമുണ്ട് ഉള്ളിൽ. അങ്ങനെ കുറച്ച് കാലം മാനസികാരോഗ്യ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു ഈ പെൺകുട്ടിക്ക്. അപ്പോഴേക്കും ഇവൾ അബ്യൂസിനിരയായിരുന്നു. ഇങ്ങനെ മംഗലാപുരത്തും ബാംഗ്ലൂരും പഠിക്കാൻ പോയ ആളുകളുടെ അനുഭവങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക. ബാംഗ്ലൂർ പഠിക്കാൻ പോയ മറ്റൊരു പെൺകുട്ടി അനുഭവം ഞാൻ പറയാം. നല്ല വിദ്യാഭ്യാസമുള്ള കുടുംബം, അവർക്കറിയാം അവിടെ പോയാൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോനെ പ്രശ്നങ്ങൾ പോയി ചാടുന്നുള്ളൂ. ഇവള് ബാംഗ്ലൂർ പോയിട്ട് പഠിക്കാൻ കൊണ്ടാക്കിയിട്ട് 1 വർഷം കഴിയുമ്പോഴേക്ക് ആ 2 സെം ഉണ്ടല്ലോ, ഫസ്റ്റത്തെ 2 സെം അത് ഫെയിൽഡ് ആയപ്പോൾ ഇവൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് പോയി. ഇവള് ചെയ്തത് എന്താണെന്നറിയോ? അവിടുത്തെ പബ്ബുകളിലൊക്കെ കറങ്ങും. പബ്ബുകളിൽ കപ്പിൾസായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ആൺകുട്ടികളുടെ കൂടെ പോകും. ആൺകുട്ടികളുടെ കൂടെ പോയി ഡ്രഗ്സിന് അഡിക്റ്റായത് മാത്രമല്ല, ഇവൾക്ക് പണം വേണം, പണം നല്ല അടിപൊളിയിൽ നടക്കണം. ഇവൾ ചെയ്തിരുന്നത് അവിടുന്ന് ലഹരി ഇങ്ങോട്ട് കടത്താൻ ഇവർ വിദ്യാർത്ഥികളല്ലേ, ഇവർ പെൺകുട്ടികളല്ലേ. ഇത് ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലാതെ പോയി കഴിഞ്ഞിട്ട്
പിന്നെ അത് പിടിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴാണ് കയ്യിൽ നിന്ന് പോയി കേസ്. ഇവള് സംഗതി ഇത് പോലീസ് പിടിക്കുമ്പോൾ മാധ്യമങ്ങൾ വാർത്ത വരും, വന്നാൾ നമ്മൾ കണ്ടില്ലേ ഫാത്തിമ നസ്റിൻ ഇൻഫ്ലുവൻസറാണ്, അവരാന്നും ബോധപൂർവ്വം ചെയ്തെന്ന് എനിക്ക് തോന്നണില്ല. വല്ലവരും കൂടെ ഇങ്ങനെ കിടന്ന് ചെറിയ തുക തരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമോ കൂടെ കൂട്ടിയിട്ടുണ്ടാവുക. പക്ഷേ മാധ്യമങ്ങളിൽ ആ ആണിനേക്കാൾ കൂടുതൽ വാർത്ത വന്നത് ആരെയാണ്? ആ 3 കോടി ലഹരി പിടിച്ചതിൽ ഫാത്തിമ നസ്റിൻ്റെയാണ്. ഒന്നുകിൽ അമിതമായ ലാളന, വല്ലാത്ത വാത്സല്യം എന്ന് പറഞ്ഞിട്ട് എല്ലാം വാരിക്കോരി കൊടുത്ത് മക്കളങ്ങോട്ട് പൊന്നാരിച്ച് വളർത്തും. ഈ മക്കൾ 100% വഷളാവും. പിന്നെ നമ്മുടെ കൈപ്പടിയിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഖേദിക്കാൻ തുടങ്ങിയിട്ട് ഭയങ്കര നിയന്ത്രണം വരുത്തും. പിന്നെ ഈ ഉപദേശങ്ങൾ, ഇതാണ് ഈ കണ്ണൂർ ചെക്കൻക്ക് വർക്കായത്. അവൻ പറഞ്ഞു ഉപദേശം കേട്ട് ഞാൻ മടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ പാവം അമ്മനെ തീർത്ത് കളഞ്ഞ്. ചിലർ പിന്നെ അവർ BJP-കാരി ആയതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കുറേ ആഘോഷിക്കണവരുണ്ട്. അത് എന്തുമാത്രം മോശമാണ്. നാളെ ഇപ്പോൾ ഒരു മുസ്ലിം ആളുകളാണ് ചെയ്തെങ്കിലും മുസ്ലിം ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് അവർ BJP-കാരി ആയതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞ് ആഘോഷിക്കണേ. അല്ലെങ്കിൽ ബാംഗ്ലൂർ പഠിക്കാൻ പോണത് മോശമാണെന്ന്, മംഗലാപുരം പഠിക്കാൻ പോണത് മോശമാണെന്ന് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇഷ്ടം പോലെ ആളുകൾ പഠിച്ച് ഉഷാറായിട്ട് നല്ല ജോലിയും വാങ്ങി അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. പല ജീവിക്കാൻ കഴിയാത്ത ആളുകൾ പല ദുരന്തങ്ങളിലും പോയി പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതിനേക്കാൾ ദുരന്തങ്ങളിലും അപകടങ്ങളിലും പോയി കൂടാൻ സാധ്യത എവിടെ ഉണ്ട്? ബാംഗ്ലൂർ ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ അവിടെ പോയി പഠിക്കണവരൊന്നും മോശക്കാരാണെന്നൊന്നും ഞാൻ പറയൂല. ആൺകുട്ടികളുടെ കാര്യത്തിലാകുമ്പോൾ ഇങ്ങനെ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രണയമാണ് പ്രശ്നം. ഇത് രണ്ടുമാണ് ഇന്ന് നമ്മുടെ സൊസൈറ്റി അനുഭവിക്കുന്ന പ്രശ്നം. ആ വീട്ടിലെ ആ അമ്മ വളർത്തിക്കൊണ്ടുവന്നൊരു മകൻ തൻ്റെ കൊലയാളിയാണെന്നൊരവസ്ഥ ആലോചിച്ച് നോക്കുക. അവർക്ക് അറിയില്ലല്ലോ കുഞ്ഞുനാളിൽ വളർത്തി വലുതാക്കുന്ന ദൈവം വലുതായിട്ട് ഇന്ന കൊല്ലാനുള്ളവനാണ് കേട്ടാ എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു അമ്മയുടെ ആ ദൈവത്തിനറിയാലോ, പഠിച്ചവൻക്കറിയാലോ ഈ ഒരു മകനെ വളർത്തി വലുതാക്കി വരുന്നത് ഇത് ഇവരുടെ തന്നെ ജീവൻ എടുക്കുന്ന ഒരു ജീവിയായിട്ടാണ് വളരുന്നത്. റൂണ എന്ന് പറയുന്നൊരു രാജ്യം, അവിടെ മദ്യമില്ല. ആകെ 4.5 ലക്ഷം ആളുകളാണ് അവിടെ ഉള്ളത്. അവിടെ മദ്യം എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. എന്നിട്ട് ആ രാജ്യക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിഗരറ്റ് അവിടെ ഇല്ല. സിഗരറ്റ് അവിടെ. അപ്പോൾ അത്രയും ആളുകൾ ആ രാജ്യത്ത് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ്, വളരെ സമ്പന്നമായ രാജ്യമാണ്. ആ രാജ്യത്ത് മദ്യം ഇല്ലാത്തത് കൊണ്ട് ആരും തലകറങ്ങി വീഴുന്നില്ല, ഒരു പ്രശ്നമില്ല. നമ്മളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം ഹോട്ടലുകളിലും മദ്യം കിട്ടുന്നൊരു സ്ഥലം കേരളമാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. അങ്ങനെയാണ്. ഇപ്പോൾ ലോകകപ്പ് കളിച്ചു ഖത്തറിൽ, മദ്യം ഒഴുക്കാതെ കളിച്ചല്ലോ, ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. നല്ല അച്ചടക്കമുള്ള ഫുട്ബോൾ ലോകകപ്പായിരുന്നു ഖത്തറിലേത്. അപ്പോൾ മദ്യത്തിനെ നിരോധിച്ചു കഴിഞ്ഞാലും ലഹരി ഇല്ലാതാക്കി കഴിഞ്ഞാലും കാര്യങ്ങളൊക്കെ നടക്കും. അതൊക്കെ ഒരു തോന്നലാണ്, അതൊന്നും നടക്കൂല എന്നൊരു തോന്നൽ. അതില്ലാത്തവരുണ്ടെങ്കിൽ കുറച്ചൊരു വിഡ്രോവൽ സെൻ്ററൊക്കെ കാണിക്കുന്നത് ഇല്ലാതാവുന്ന സമയത്ത് കോവിഡ് കാലത്തൊക്കെ കണ്ടിരുന്നില്ലേ? കോവിഡ് കാലത്ത് കുറേ ആൾക്കാർ ആസിഡ് എടുത്ത് കുടിച്ച്. പക്ഷേ ഈ ലഹരി ബാക്കിയുള്ളവരും കൂടി ജീവിതം ഇല്ലാതാക്കണം. ഇത് ലഹരി ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ലല്ലോ പ്രശ്നം, ഉപയോഗിക്കാത്ത ആളുടെ ജീവനാണ് ഈ പോണത്. നാളെ നമ്മുടെ മക്കളാണെങ്കിലും ഇങ്ങനെ തന്നെ. മക്കളെ നന്നായിട്ട് നോക്കട്ടോ. പ്രത്യേകിച്ചിട്ട് ഈ മക്കൾ ഈ രാത്രി വൈകി വരുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. 2 വീട്ടിൽ എപ്പോഴും അടച്ചിട്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്, തീരെ പുറത്തിറങ്ങണില്ലെങ്കിൽ ശ്രദ്ധിക്കുക. അതോടൊപ്പം മക്കളുടെ സ്വഭാവത്തിൽ മാറ്റം, പെട്ടെന്ന് ചൂടാവുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ ലഹരിയുടെ ഒരു കാരണങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. സാധാരണ കണ്ണിലെ തിളക്കങ്ങൾ നഷ്ടപ്പെടുക, എപ്പോഴും ഉറങ്ങുക, അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുക, ആരുടെയും മുഖത്ത് നോക്കാതിരിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് പരമാവധി നമ്മുടെ കൈപ്പിൽ ഒതുക്കുക. ഈ ബാംഗ്ലൂരും മംഗലാപുരമൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളെല്ലാവരും മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അത് കേട്ടിട്ട് എന്നോട് നിങ്ങൾ ചാടിക്കളിച്ച് വരരുത്. നല്ലൊരു പങ്കിനും അപകടത്തിൽ പെടാൻ, ഇതുപോലെ ദുരന്തങ്ങൾ പെടാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ഒരു ഫ്ലാഗ് ഏത് രാജ്യത്തിൻ്റെ ഫ്ലാഗ് ആണെന്നുള്ളതാണ്. ഞാനൊരു ക്ലൂ തരാം. ഈ രാജ്യത്താണ് ആദം നബി അലൈഹിസ്സലാം ആദ്യമായിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയത് എന്ന് മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം വിശ്വസിക്കുന്നു. ഈ ഒരു രാജ്യത്തെ കാണാൻ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം ഹനുമാന് ഇവിടേക്ക് പോയിട്ട് സീതനെ കട്ടുകൊണ്ട് കൊണ്ടുപോയ സീതനെ രക്ഷിക്കാൻ വേണ്ടി ഹനുമാന് പോയത് ഇങ്ങോട്ടാണെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരുപാട് മതങ്ങളുടെ പുണ്യസ്ഥലങ്ങളോ പുണ്യകേന്ദ്രങ്ങളോ ആ ഒരു രാജ്യമാണ് ഇവരുടേത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആളുകൾ തമിഴന്മാരാണ്. പിന്നെ സിംഹള വിഭാഗവുമാണ്, തമിഴ് സിംഹള വിഭാഗം. അതിൽ കുറച്ച് ബുദ്ധിസ്റ്റുകളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു മത രീതികളുള്ളത്. ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ പതാകയാണത് എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഈ ക്ലൂകളൊക്കെ തന്നെ ധാരാളം, പിന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമ്മൾ ഇന്നലെ ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതാണ്. പലരും തെറ്റായ ആൻസറാണ് എഴുതിയത്, അഫ്ഗാനിസ്ഥാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.